ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിവാഹത്തെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ഭവന ജീവിതത്തിൽ എൻ്റെ സമ്പൂർണ്ണത വരുന്നത് വൈവാഹിക ജീവിതത്തോടു കൂടിയാണ്. വിവാഹം എന്ന് പറയുന്നത് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആദിമ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടതായ ദൈവം തക്ക തുണയെ നിർമ്മിച്ചു കൊടുത്തു എന്ന് നാം വചനത്തിലൂടെ വായിക്കുന്നു. പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയും ദൈവത്തിൻ്റെ ജീവശ്വാസം അവൻ്റെ മുക്കിൽ ഊതുകയും അങ്ങനെ ജീവനുള്ള ദേഹിയായി മനുഷ്യൻ തീരുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, മനുഷ്യനെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വളരെയധികം കൂടുന്നു. ഈ വൈവാഹിക ജീവിതത്തെപ്പറ്റി അനേക വിഷയങ്ങൾ അനേകർ സംസാരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സ്പെസിഫിക്കായിട്ട് ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വൈവാഹിക ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ഫൈനാൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇത് വളരെയധികം പ്രസക്തമായൊരു വിഷയമാണ്. നമ്മുടെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചാക്കിയ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒരു സ്റ്റുവർഷിപ്പാണ്. സ്റ്റുവർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവനാകട്ടെ, നമുക്ക് തന്നതാകട്ടെ, നമ്മുടെ വൈവാഹിക ജീവിതമാകട്ടെ, എല്ലാം എവരിത്തിങ് ഈസ് ഗിവൺ ടു അസ്. അതിൻ്റെ പൊസഷനാണ് നമുക്കുള്ളൂ. ഓണർഷിപ്പ് ബിലോങ്സ് ടു ദ ലോർഡ്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാനായിട്ട് എൻ്റെ യോഗ്യത എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും എനിക്ക് യോഗ്യതയുണ്ട്, ദൈവം തന്ന യോഗ്യതയുണ്ട്. കഴിഞ്ഞ 37 വർഷം വളരെ വിജയകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ കുടുംബത്തെ മാനേജ് ചെയ്യാനും എൻ്റെ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാനും എല്ലാം ഉള്ള ശക്തി ദൈവം തന്നു. ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ ഒന്നും വൃഥാവിലായില്ല. വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളതായ കുടുംബജീവിതം തന്നു. ബുദ്ധിശക്തിയും കഴിവുമുള്ളതായ കുഞ്ഞുങ്ങളെ തന്നു. അവർക്കെല്ലാം കുടുംബത്തെ കൊടുത്തു, കുഞ്ഞുങ്ങളെ കൊടുത്തു. എനിക്കിന്ന് 4 കുഞ്ഞുമക്കളുണ്ട്. വളരെ സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. എൻ്റെ വിവാഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഒരു ദൈവപൈതലിനെ എനിക്കായിട്ട് പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഞാനന്ന് കൂടിയിരുന്നതായ ഫെലോഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് ദിവസം അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷെ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ട് ആ ഡിസ്കഷൻ നടന്നില്ല. അപ്പോൾ അവസാനം ഞാൻ ഒരു കാര്യം ചെയ്തു, ഞാനിത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൈവത്തിൻ്റെ തീരുമാനത്തിനായിട്ട് കാത്തിരുന്നു. എനിക്ക് വളരെ കൃത്യമായിട്ട് യു ഗോ എഹെഡ് എന്നുള്ളതായ ഒരു ദർശനം ദൈവം തന്നെ തന്നു. പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, ഞാൻ ആ കാര്യമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 37 വർഷമായിട്ട് വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിപ്പാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ ഞാൻ അന്നെടുത്ത തീരുമാനം ദൈവം എന്നെ ഡയറക്റ്റ് ചെയ്തതും
ഒന്നും തെറ്റിപ്പോയിട്ടില്ല എന്ന് നല്ല ഉറപ്പോടെ ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു മാനേജ്മെൻറ്റ് പ്രൊഫസറാണ്. ഞാൻ മാനേജ്മെൻറ്റിൽ പല ടോപ്പിക്സ് എടുക്കാറുണ്ട്. അതിലൊന്നാണ് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ചൊല്ലുണ്ട്, the only thing that have real permanence is change. So in order to survive, we have to adapt to change. ഇപ്പോൾ ഫുള്ളായിട്ട് ഈ ചേഞ്ച് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, ഫോർ ഫുൾ എക്സിക്യൂഷൻ ഓഫ് അഡോപ്ഷൻ, വി നീഡ് ടു അൺലേൺ ഓർ ഡീഫ്രീസ് ഫ്രം അവർ ബിലീവ്സ് ആൻഡ് കംഫർട്ട് സോൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസത്തിൽ നിന്നും അതുപോലെ നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ചേഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ചേഞ്ച് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു അൺലേൺ പ്രോസസ്സ് അല്ലെങ്കിൽ ഡീഫ്രീസിങ് പ്രോസസ്സിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഫ്രീസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം. ഫ്രീസ് ചെയ്ത സാധനങ്ങൾ വളരെ റിജിഡായിരിക്കും. അപ്പോൾ അത് നമുക്ക് അതേ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് നമുക്ക് അതോടെ കുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അതുപോലെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു, അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ പാടില്ല, ചേഞ്ച് വരാൻ പാടില്ല, ചേഞ്ച് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ് ടു ഡേറ്റ് ആവാൻ പറ്റുകയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്രീസ് ചെയ്ത സാധനം എടുത്ത് ഡീഫ്രീസ് ചെയ്തിട്ട് അതിന് ചേഞ്ച് വരുത്തുക, കുക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനമായിട്ട് മാറ്റുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റീഫ്രീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചേഞ്ച് മാനേജ്മെൻറ്റ് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പർപ്പസായിട്ട് അൺലേൺ ചെയ്യുക, പുതിയ ചേഞ്ച് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അഡോപ്റ്റ് ചെയ്തതിന് ശേഷം പെർമനൻസിക്ക് വേണ്ടി അത് റീഫ്രീസ് ചെയ്യുക, അതായത് നമ്മുടെ സ്വായത്തമാക്കുക എന്നുള്ളതാണ് അതിനുദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പീറ്റർ 2:2 2:2 പറയുന്നത് പോലെ, ആൻഡ് ലൈക്ക് ദ ന്യൂ ബോൺ ബേബീസ് ലോങ് ഫോർ പ്യുവർ മിൽക്ക് ഓഫ് ദ വേർഡ് സോ ദാറ്റ് ബൈ ഇറ്റ് യു മേ ഗ്രോ ഇൻ റെസ്പെക്ട് ടു സാൽവേഷൻ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാലാകുന്ന വചനം ഉൾക്കൊള്ളണം എന്നാണ് പീറ്റർ പറഞ്ഞിരിക്കുന്നത്. ജോൺ ഹഗ്ഗായ് എന്ന് പറയുന്നതായ ഫേമസ് ആയിട്ടുള്ള ദേവദാസൻ പറയുകയുണ്ടായി, ക്രിസ്ത്യൻ സ്റ്റുവേർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. സ്റ്റുവേർഷിപ്പ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മൾ പോസസ് ചെയ്യുന്നു, പക്ഷേ ഓണർഷിപ്പ് നമ്മുടേതല്ല. നമ്മുടെ ലൈഫായിക്കോട്ടെ, നമ്മുടെ കുടുംബമായിട്ട്, ഇതെല്ലാം നമ്മളിതിൻ്റെ എല്ലാം സ്റ്റുവേർഡ്സാണ്. ഡോക്ടർ ലിവിങ്സ്റ്റൺ പറഞ്ഞിരിക്കുന്നു, there is no value for anything except in relation to the kingdom of Christ. So let us think whether our life in this planet Earth, as per the design of God, are we robbing God, our Creator? എന്ന് നമ്മൾ ചിന്തിക്കുക. അതൊരു ക്വസ്റ്റ്യനാണ്. ആർ യു റോബിങ് ഗോഡ് ഓർ ക്രിയേറ്റർ? ആൻസർ യെസ് ഇൻഡീഡ്, ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ക്രിസ്ത്യൻ ഗിവിങ്. ക്രിസ്ത്യൻ ഗിവിങ്ങിൽ നമ്മൾ ദൈവത്തെ റോബ് ചെയ്യുകയാണ്. അതാണ് മലാഖി 3:8-12 വാക്യത്തിൽ പറയുന്നത്. മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. ഇതാണ് മലാഖി പ്രവചനം. ഫൈനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നമുക്ക് ദൈവത്തെ തോൽപ്പിക്കാമോ? തോൽപ്പിക്കാമെന്നാണ് പറയുന്നത്. എങ്ങനെ? ദശാംശത്തിലും വഴിപാടിലും ദൈവത്തെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യാനും അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അത് വ്യക്തി ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമുക്ക് ആവർത്തന പുസ്തകം 30 അധ്യായം 9 മുതൽ 12 വരെ വാക്യം നിങ്ങൾ സമയം പോലെ വായിക്കുക. ഞാൻ അതിൻ്റെ ആദ്യ ഭാഗം മാത്രം പറയാം. നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിൻ്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നല്ലത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മുമ്പാകെ ലൈഫും ഡെത്തും നന്മയും ചീത്തയും വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് തിരഞ്ഞെടുക്കണം? നമ്മൾ ഫ്രീ ആണ്. ഞാനിതിന് മുമ്പൊരിക്കൽ പറയുകയുണ്ടായി, നമ്മളെ ദൈവത്തിന് വേണമെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നയിക്കുവാൻ സാധിക്കുമായിരുന്നു. ഈ അണ്ടകടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നടത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. നമുക്ക് ഫ്രീ വില്ല് തന്നിരിക്കുകയാണ്. നമ്മുടെ ആക്ഷൻ കൊണ്ട് നമ്മൾ ദൈവ തിരുവിഷ്ടം പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വേണ്ടത് സീക്ക് ഗോഡ് ഫസ്റ്റ്. Seek ye first the kingdom of God and his righteousness, and all these things shall be given to you as well. മാത്യു 6:33 ഇതാണ് പറയുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഐ സ്റ്റാർട്ടഡ് സീക്കിംഗ് ഹിസ് കിങ്ഡം ആൻഡ് പുട്ട് എവറിത്തിങ് ഇൻ ഹിസ് ഹാൻഡ്സ്. ഞാൻ എൻ്റെ ടെസ്റ്റിമണിയിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിച്ചിരുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വന്നു. അത്യാവശ്യം പഠിക്കുമായിരുന്നു, പിന്നെ സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായിരുന്നു. പല കാര്യങ്ങളും ഞാൻ മുൻകൂട്ടി കണ്ടു, അങ്ങനെയൊക്കെ ആയിത്തരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം പരാജയമായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നു, ദൈവം തന്നെ. എൻ്റെ പ്രവർത്തനം കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ശക്തി കൊണ്ടും എനിക്ക് വിജയം വരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതായ ആ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ദൈവം തന്നു. ഞാൻ ദൈവം മുമ്പാകെ എന്നെ തന്നെ സമർപ്പിച്ചു. എൻ്റെ ഒന്നുമില്ലായ്മ ഏറ്റുപറഞ്ഞു. നീ നടത്തിയിട്ടല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം ഏറ്റെടുത്തു. ഓരോ കാര്യങ്ങളിലും ഏത് വഴി നടക്കണം എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം കാണിച്ചു തരാനും അതനുസരിച്ച് നടക്കാനുമായിട്ട് സാധിച്ചു എന്നുള്ള സാക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ഗിവിങ്ങിനെ പറ്റി ഒന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ഒരു 4 കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് ഐ ഹാഡ്, എനിക്ക് എന്താണുള്ളത്. രണ്ടാമത്തെ കാര്യം വാട്ട് ഐ സ്പെൻറ്റ് ഓർ ലോസ്റ്റ്, ഞാൻ എങ്ങനെ ചിലവാക്കുന്നു, എത്ര നഷ്ടപ്പെടുത്തുന്നു. വാട്ട് ഐ കെപ്റ്റ്, എന്ത് ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. വാട്ട് ഐ ഗേവ്, ഇത് കുടുംബജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബജീവിതം ആയി കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി കഴിഞ്ഞിട്ട് ഒരക്കൗണ്ടാണ് പിന്നെ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടുപേരോടുകൂടിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്താണ് നമുക്കുണ്ട്, നമ്മൾ എന്ത് സ്പെൻഡ് ചെയ്യുന്നു, എത്ര നഷ്ടപ്പെടുത്തി, എത്ര നമ്മൾ സൂക്ഷിക്കുന്നു, എത്ര നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഗിവിങ് വി ആർ ലിവിങ്, ഗിവിങ് വെൻ വി ആർ ലിവിങ്. സോ ലെറ്റ് ഇറ്റ് ബി അവർ പ്രെയർ. ഡിയർ ഗോഡ് അവർ ഹെവൻലി ഫാദർ, ഐ ഓൺ നത്തിങ്, എവറിത്തിങ് ഐ പൊസസ് ഈസ് ഓൺ ബൈ യു. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്കുള്ളത്, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ സമ്പത്ത് എല്ലാം, ഇതിൻ്റെ എല്ലാം ഓണർ അവിടുന്നാണ്. എനിക്ക് പൊസഷൻ മാത്രമാണുള്ളത്, അതായത് എനിക്ക് സ്റ്റുവർഷിപ്പ് മാത്രമാണുള്ളത്. സദൃശ്യവാക്യങ്ങൾ 3:9 പറയുന്നു, ഓണർ ദ ലോർഡ് വിത്ത് യുവർ വെൽത്ത്, വിത്ത് ദ ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് ഓൾ യുവർ ക്രോപ്സ്. യഹോവയെ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ എങ്ങനെയാണ്
നമ്മുടെ ക്രിസ്ത്യൻ ഫൈനാൻസ് മാനേജ്മെൻറ്റ് നടക്കേണ്ടത് എന്നതിനെ പറ്റി കൂടി നമുക്ക് ചിന്തിക്കാം. സോ ഹൗ ടു ബി അവർ ഗിവിങ്? വൺ, ഇറ്റ് ഷുഡ് ബി സീക്രട്ട്ലി. ഇത് കാര്യം പറയുമ്പോൾ ഞാൻ മുമ്പ് നടന്ന ഒരു സംഭവം ഓർക്കുകയാണ്. ഞാൻ കുറേ കാലം എൻ്റെ ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് കോഴിക്കോട് YMC താമസിച്ചിരുന്നു. അന്ന് സാൻഡോസിൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജീവൻ എന്നു പേരുള്ള ഒരു സുഹൃത്ത് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു. ഈ ജീവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സീക്രട്ടായിരുന്നു. ഒരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഈ YMC ഹോസ്റ്റൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു വൃദ്ധനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. ടോയ്ലറ്റ് കഴുകുക, അതുപോലെ മറ്റ് അടിച്ച് തൂത്തുവാരി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹം രാത്രി കിടന്നുകൊണ്ടിരുന്നത് ഈ കാർഡ്ബോർഡ് 3-4 കാർഡ്ബോർഡ് അങ്ങ് എടുത്തി വെച്ചിട്ട് ഒരു ഇഷ്ടിക തലേണയായി വെച്ചാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇത് നടന്നു പോകുമ്പോൾ ഈ മനുഷ്യൻ കിടക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടു ഈ വൃദ്ധൻ ഒരു ബെഡിൽ ഒരു പില്ലോ ഒക്കെ വെച്ച് കിടക്കുന്നു, ഒരു പുതപ്പൊക്കെ പുതച്ച് കിടന്നുറങ്ങും. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ജീവന് 2 ബെഡുണ്ടായിരുന്നു. ഒന്ന് ജീവൻ കൊടുത്തു, ഒരു പില്ലോയും കൊടുത്തു. ജീവന് 2 ബെഡുണ്ടായിരുന്നു എന്നറിയില്ല, ഒരുപക്ഷെ ഉണ്ടായിരുന്ന ബെഡ് കൊടുത്തതായിരിക്കാം. ഏതായാലും ഇതാരും അറിയാതെ ജീവൻ ബെഡും പില്ലോയും വയസ്സനായ മനുഷ്യന് കൊടുക്കുകയുണ്ടായി. ദാറ്റ് ഈസ് സീക്രട്ട് ഗിവിങ്. ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന ഒരു വലിയ എക്സാമ്പിളായിരുന്നു. ദാറ്റ് ഈസ് സീക്രട്ട് ഗിവിങ്. മത്തായിയുടെ സുവിശേഷം 6:1-4 വരെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനായിട്ട് ആയിരിക്കരുത്, രഹസ്യത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, വി ഷുഡ് ഗീവ് പർപ്പസ്ലി. 2 കൊരിന്ത്യർ 9:7 അതിനെപ്പറ്റി പറയുന്നു. പർപ്പസായിട്ട് കൊടുക്കുക, അത് ആരുടെ നിർബന്ധത്താലല്ല. മൂന്നാമത്തെ കാര്യം, വി ഹാവ് ടു ഗീവ് ചിയർഫുള്ളി. 2 കൊരിന്ത്യർ 9:7 കൃത്യമായിട്ടത് പറയുന്നു. ചിയർഫുള്ളായിട്ട് കൊടുക്കുക, സന്തോഷത്തോടെ കൊടുക്കുന്നയാളാണ് ദൈവം പ്രസാദിക്കുന്നത്. നാലാമത്തെ കാര്യം, വില്ലിങ്ലി. പുറപ്പാട് പുസ്തകം 35:5 അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വില്ലിങ്ലി, മനസ്സോടുകൂടി കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം, ജനറസ്ലി. അതിനൊരു ലോപം പാടില്ല, വളരെ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ 6ാമത്തെ കാര്യം, സിസ്റ്റമാറ്റിക്കലി, വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. 7ാമത്തെ കാര്യം, സാക്രിഫിഷ്യലി. 8ാമത്തെ കാര്യം, അണ്ടിൽ ദ എൻഡ്. ഇത് ഒറ്റ ദിവസത്തെ കാര്യമല്ല, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ തന്നെ വിചാരിച്ചാൽ പറ്റില്ല. ഭർത്താവും ഭാര്യയും തീരുമാനിച്ചാൽ മാത്രമാണ് ഇങ്ങനെ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിനെ പറ്റി കൂടി ഒരു കാര്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കാരണമായിട്ട് വരുന്നത് കടബാധ്യതകളാണ്. സദൃശവാക്യം 22:7 പറയുന്നു, ബോറോവർ ഈസ് എ സ്ലേവ്. അപ്പോൾ ആവശ്യമില്ലാതെ കടം വരുത്തി വയ്ക്കുന്നയാൾ ഒരു സ്ലേവായി പോകാനായിട്ട് സാധ്യതയുണ്ട്. ബോറോയിങ് കൂടിക്കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത രീതിയിൽ ബോറോയിങ് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ദൈവത്തിൻ്റെ ഡയറക്ഷൻ നമ്മളിൽ നിന്ന് മാറിപ്പോവും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. മൂന്നാമത്തെ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. മാരേജ് ലൈഫിൻ്റെ പതനം, ബിസിനസ് ലൈഫ്, ഇതിലെല്ലാം പതനം സംഭവിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ഓഫ് ഗോഡ്സ് മണി. നമുക്കുള്ള സമ്പത്തും സർവവും ഞാൻ ആദ്യം പറഞ്ഞു, ഗോഡ് ഈസ് ദ റിയൽ ഓണർ. നമ്മളിത് വേസ്റ്റാക്കി കളയുക എന്നുള്ളത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പണമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്. അതുകൊണ്ട് അവോയ്ഡ് ബോറോയിങ്. ഇഫ് വി ബോറോ, ഇറ്റ് ഷുഡ് ബി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ
ഓർ അപ്രിഷിയേറ്റിംഗ് അസറ്റ്സ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് അസറ്റുകൾ കൂട്ടുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ കടമെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് ഒരു കൃത്യനിഷ്ഠ പാലിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളതായ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് കുടുംബജീവിതത്തിൽ സാധ്യമാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഈ ഫൈനാൻസ് മാനേജ്മെൻറ്റ് ഒരു ആസ്പെക്റ്റ് മാത്രമാണ് പറഞ്ഞത്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ ദൈവം തന്നിട്ടുള്ളതായ ഫൈനാൻസിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കുള്ളതെല്ലാം റിയൽ ഓണർ ദൈവമാണെന്ന് മനസ്സിലാക്കി, ഞാൻ സ്റ്റുവർഡാണെന്ന് മനസ്സിലാക്കി അതിൽ നിൽക്കുവാൻ തക്കവണ്ണം ആയിട്ട് ശ്രമിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. My eternal heavenly Father, I own nothing. Everything I possess is owned by you. Almighty God, grant me the ability and passion to give while I am living, so that I may live a purposeful life and have a great relationship with you, now and forever. Amen.